നമസ്കാരം. ശരീരത്തിന് വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, മാംസപേശികൾക്ക് ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക, മൊത്തത്തിൽ ക്ഷീണം തോന്നിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പല രോഗങ്ങളുടെയും പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെയും ഒരു ലക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇത് കുറയ്ക്കാനായിട്ട് പലരും അവലംബിക്കുന്ന ഒരു മാർഗമാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാനലിൽ തന്നെ പലരും ചോദിക്കാറുണ്ട്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കണമെങ്കിൽ ഏത് കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് ചോദ്യം. കാലാകാലങ്ങളായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നമസ്കാരം, ഡയബറ്റിക് കെയർ ഇന്ത്യ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിന് അവസാനം ഉത്തരം വന്നിരിക്കുന്നു. ഇത് ഞാൻ പറയുന്ന ഉത്തരമല്ല, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR എന്ന് പറയുന്ന വളരെ വളരെ വിശ്വസനീയവും ആധികാരികവുമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഭാരത സർക്കാരിൻ്റെ ആണത്. ഈ സംഘടന എത്രയോ വർഷങ്ങളായിട്ട് നടത്തിയ ഒരു പഠനത്തിൻ്റെ ഫലമാണ് ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യക്കാർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരം വേണ്ട. നമ്മുടെ രാജ്യക്കാർക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വേണ്ട. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടവരാണ് ബഹുഭൂരിപക്ഷവും എന്നാണ് ഈ പഠനം ഈ അടുത്ത കാലത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത് പുറത്തിറക്കിയത്. ഈ പഠനത്തിൻ്റെ ഫലങ്ങൾ, കാരണങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആവശ്യമില്ല ബഹുഭൂരിപക്ഷത്തിനും? ഇതെല്ലാവർക്കും ബാധകമല്ല എന്നുള്ള ആദ്യം തന്നെ പറയട്ടെ. പക്ഷേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിലൂടെ മസിൽ പെരുപ്പിക്കാനോ അല്ലെങ്കിൽ ശരീരഭാരം വീണ്ടെടുക്കാനോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ രാജ്യക്കാർ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കേണ്ട എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുൻനിരയിലുള്ള 36 പ്രോട്ടീൻ സപ്ലിമെന്റ് ബ്രാൻഡ്സിൽ 70% അവരെ കൃത്യമായ ഘടന പറയാറില്ല, വെളിപ്പെടുത്താറില്ല. അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, എത്രത്തോളം പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും, എത്രത്തോളം പ്രോട്ടീൻ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യാൻ സാധ്യതയുണ്ട്, അത് കാരണം നമുക്ക് എത്രത്തോളം ഗുണം കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം ഭാരം വീണ്ടെടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും മുക്കാൽ ഭാഗം ഈ പറയുന്ന 36 മുൻനിര ബ്രാൻഡുകളിൽ ഒരെണ്ണം പോലും കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര കഴിക്കണം, ആരാണ് കഴിക്കേണ്ടത് എന്നുള്ളത് യാതൊരു വിവരവും കഴിക്കുന്നവർക്ക് ഉണ്ടാവില്ല. അത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ പ്രോട്ടീൻ എക്സസ് ആവുന്നതിലൂടെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കിഡ്നി രോഗം, അല്ലേ? അല്ലെങ്കിൽ കിഡ്നി രോഗമുള്ളവർ പ്രോട്ടീൻ അമിതമായി കഴിക്കരുത്, പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ, അത് നിയന്ത്രിച്ച് കഴിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കാരണം കിഡ്നി രോഗങ്ങൾ അമിതമായി അല്ലെങ്കിൽ കാണപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാന കണ്ടെത്തലാണ് ഈ പഠനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഹൈ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സ് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ദീർഘനാളത്തേക്ക് കഴിക്കുന്നതിലൂടെ വരാവുന്നത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം കിഡ്നി രോഗമാണ്. കിഡ്നി രോഗം എന്തുകൊണ്ട് ഇവരിൽ വരുന്നു എന്നുള്ളതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ഓർമ്മ വയ്ക്കുക, ആ കൃത്യമായ അളവ് കടന്നു കഴിഞ്ഞാൽ കിഡ്നി രോഗങ്ങൾക്കുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുമ്പേ കിഡ്നി രോഗങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ, പ്രവർത്തനം ഏതെങ്കിലും രീതിയിൽ തെറ്റിക്കിടക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രമേഹ രോഗികളാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന, ഓർമ്മ വേണം, കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാവാൻ അത് മതി. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ബേസിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, കിഡ്നികളിൽ ഓവർലോഡ് ഉണ്ടാവുന്നു. കിഡ്നികളിൽ ഓവർലോഡ് ഉണ്ടാവുന്നതിലൂടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR എന്ന് പറയുന്ന ആ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിയാറ്റിൻ ലെവൽ കൂടുകയും ചെയ്യും. ക്രിയാറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എനിവേ, അതെ,
ഇനി അടുത്തത് എന്താ വേറൊരു പ്രധാന പ്രശ്നം ഇതിലൂടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സിൽ പലപ്പോഴും ആസിഡിക് കണ്ടന്റ് കൂടുതലാവാറുണ്ട്. ആസിഡിക് കണ്ടന്റ് കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മൂത്രത്തിലൂടെ അമിതമായ കാൽഷ്യം അമിത അളവിൽ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് കാൽഷ്യം ബാലൻസ് എന്ന് പറയുന്നു. നെഗറ്റീവ് കാൽഷ്യം ബാലൻസ് പ്രൊവൈഡഡ്, ഇപ്പം നിങ്ങൾ കൃത്യമായ അളവിൽ കാൽഷ്യം ഇൻജസ്റ്റ് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾ കഴിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല എങ്കിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന കാൽഷ്യം വളരെ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കും. ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അസ്ഥികളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ കാൽഷ്യം ലോസ്, ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാൽഷ്യം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ അസിഡിക്, ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് പലതും അസിഡിക് ഒരു മീഡിയത്തിലൂടെയാണ് ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അസ്ഥി ബലത്തിനും അതായത് അസ്ഥി ആരോഗ്യത്തിനും ഇത് വളരെ ഹാനികരമാണ്. പിന്നെ പ്രഗ്നന്റ് ഉള്ളവർക്ക് പലപ്പോഴും വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയും, ഓക്കെ വണ്ണം വെക്കണം, ശരീരം നന്നാവണം. അപ്പോൾ അവർക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയത്. ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് ഈ ഗർഭാവസ്ഥയിൽ ആർക്കും പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കൊടുക്കരുത്. അത് ഓർമ്മ വയ്ക്കുക. പിന്നെ വേറൊരു വിഭാഗം, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഒന്ന് കിഡ്നി പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ അസ്ഥിരോഗമുള്ളവർ, പിന്നെ മൂന്നാമത്തെ വിഭാഗം പ്രഗ്നൻസി, പിന്നെ പ്രായം ചെന്നവരിൽ പലപ്പോഴും പ്രോട്ടീൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് മസിൽ വേസ്റ്റിങ്, സാർക്കോപീനിയ, നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സാർക്കോപീനിയ ഉള്ളവരിൽ ആ മസിൽ മാസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പല പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപകടം. കാരണം അവരിൽ പലപ്പോഴും കിഡ്നി ഫങ്ഷൻ കുറച്ചൊക്കെ കോംപ്രമൈസ്ഡ് ആയിരിക്കും. ഈ ഓവർലോഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് ഒരു കാരണവശാലും ഈ വിഭാഗം വ്യക്തികൾക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഇത് ICMR പഠനത്തിൻ്റെ ബേസിസിൽ നിങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളാണ്. ICMR പഠനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഗൈഡ് ലൈൻസ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഏതാണ്ട് എത്ര പേജാ, 148 പേജിൻ്റെ ഗൈഡ് ലൈൻസ് ആണത്. ഇതെന്തായാലും ഇവിടെ എല്ലാം പറയാൻ സാധിക്കില്ല, പക്ഷെ അതിൻ്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ്, ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത് പ്രോട്ടീനിൻ്റെ അപേക്ഷിച്ച്. ബാക്കി ഓരോ കാര്യങ്ങളെക്കുറിച്ചും അടുത്ത ഇതിൽ പറയാം. പിന്നെ ഇനിയിപ്പോൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. അത് നാച്ചുറൽ സോഴ്സസ്, സ്വാഭാവികമായി പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വേണം നമുക്ക് പ്രോട്ടീൻസ് കിട്ടാൻ. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബേസിക്കലി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ മീറ്റ്, റെഡ് മീറ്റ് അല്ല, ലീൻ മീറ്റ്സും, പിന്നെ മുട്ടയും നിങ്ങൾക്ക് അറിയാം ആർക്കൊക്കെ വേണം, ഫിഷ് വളരെ നല്ലത്. പിന്നെ സീ ഫുഡ്, ആ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പയറും പരിപ്പ് വർഗ്ഗത്തിൽ പെട്ടതും, പിന്നെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അത്തരത്തിലുള്ള സാധനങ്ങൾ ഇതിലൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ടോഫു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ തരത്തിലുള്ള വെജിറ്റേറിയൻ ചീസ് വരുന്നുണ്ട്. പനീർ വെജിറ്റേറിയൻ അല്ല, അത് നിങ്ങൾക്കറിയാം. ടോഫു എന്ന് പറയുന്ന സോയ മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ള ചീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കും അങ്ങനെയാവാം. ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അവോയ്ഡ് ചെയ്യാൻ ആവശ്യമില്ല എന്നല്ല പറഞ്ഞാൽ, അവർ ഒഴിവാക്കണം എന്നാണ്. നമ്മുടെ രാജ്യക്കാർക്ക് വേണ്ടിയുള്ള ഓരോ ഗൈഡ് ലൈൻസ്, ഓരോ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്ര നാൾ നമ്മൾ വിദേശികളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ നാട്ടുകാരുടെ ഭക്ഷണ രീതികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഈ ഡയറ്റ്, ആ ഡയറ്റ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയും. അല്ല, വിദേശികളുടെയാണ്. നമ്മുടെ രാജ്യക്കാർക്ക് പ്രസക്തമായതോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യക്കാർക്ക് ഗുണകരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇത്ര നാളായിട്ട് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എല്ലാ ഗൈഡ് ലൈൻസിനെ പോലെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് പുതിയ അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഇന്ന് പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ നാളെ മാറ്റി പറയും. പക്ഷെ അതാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ടു ബി അവോയ്ഡഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.